നമസ്കാരം. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മുഹമ്മദ് അർഷാദ്, അതായത് കണ്ണൂർ ഡെന്റൽ കോളേജ് അഞ്ചരക്കണ്ടിയിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി. പിന്നെ ഡോക്ടർ വിവേക് ജി, കോഴിക്കോടുള്ള ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ളവർ. ഇവർ തയ്യാറാക്കിയ ചില പഠന സാമഗ്രികളുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഓഡിയോ ചർച്ചാ പരമ്പരയാണിത്. ഇത് പ്രധാനമായിട്ടും കേരളത്തിലുടനീളമുള്ള ആരോഗ്യ പ്രവർത്തകർ, പിന്നെ അംഗനവാടി ജീവനക്കാർ, സ്കൂൾ അധ്യാപകർ, ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ, ഇവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഓറൽ ഹെൽത്ത് കെയർ ട്രെയിനിംഗ് മെറ്റീരിയലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിയാണ്. ഇതിന്റെ ഒരു ലക്ഷ്യം വലുതാണ്. അതായത് ഈ ദന്ത ഡോക്ടർമാരുടെ സേവനം അത്ര എളുപ്പം കിട്ടാത്ത സ്ഥലങ്ങളില്ലേ, ഉണ്ട്. അവിടെ പോലും ഇത് കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കുട്ടികളുടെ ദന്താരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു അംബാസഡർമാരാക്കുക. അതാണ് ഉദ്ദേശം. നല്ലൊരു ലക്ഷ്യം. ഇന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് കുട്ടികളുടെ ദന്താരോഗ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏതാണ്? ആദ്യത്തെ ദന്ത ഡോക്ടറെ കാണൽ, അതായത് ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ്. വളരെ പ്രധാനം. എപ്പോഴാ കുട്ടിയെ കൊണ്ടുപോകേണ്ടത്? എന്തിനാ എത്ര നേരത്തെ പോകുന്നത്? കുട്ടിയെ എങ്ങനെ ഇതിനായിട്ട് റെഡിയാക്കാം? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ പല്ലുവേദന വരുമ്പോഴല്ലേ കുട്ടികളെ കൊണ്ടുപോകാറ്? അതെ, സാധാരണ അങ്ങനെയാണ് കാണാറ്. പക്ഷേ ഡോക്ടർ അർഷാദും ഡോക്ടർ വിവേകും തയ്യാറാക്കിയ ഈ മെറ്റീരിയൽസ് ആ ഒരു ചിന്തയെ ശരിക്കും ചോദ്യം ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ ആദ്യത്തെ പല്ല് മുളക്കുമ്പോൾ തന്നെ തുടങ്ങേണ്ട ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. തീർച്ചയായും ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും ആരും അത്ര ശ്രദ്ധിക്കാത്ത ഒന്ന്. അതെ, ഈ പറഞ്ഞ പോലെ പല അച്ഛനമ്മമാരും വിചാരിക്കുന്നത് പല്ലിന് കേടോ വേദനയോ വരുമ്പോൾ ഡോക്ടറെ കണ്ടാ മതിയെന്നാണ്. എന്നാൽ ഈ പഠന സാമഗ്രികൾ അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോഴേക്കും ഒരുപാട് വൈകിയിട്ടുണ്ടാകാം. ഓഹോ. ഈ ആദ്യത്തെ കൂടിക്കാഴ്ച അതൊരു വെറും പരിശോധനയല്ല. അത് കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ പല്ലിന്റെ ആരോഗ്യത്തോടുള്ള ഒരു മനോഭാവം, അതിന്റെ ഭാവിയൊക്കെ രൂപപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ആ മനോഭാവം രൂപപ്പെടുത്തുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ ആദ്യ സന്ദർശനം എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് ഈ രേഖകളിലൊക്കെ പറയുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് ഈ പഠനം പറയുന്ന ഒരു കാര്യം, ആദ്യത്തെ അനുഭവം അത് ഒരിക്കലും പേടിപ്പെടുത്തുന്ന ഒന്നാവരുത്, വേദനയുള്ളതുമാവരുത്. ശരി. മറിച്ച് അത് വളരെ നേരത്തെ ആകണം, സൗഹൃദപരമായിരിക്കണം. പിന്നെ ചികിത്സയേക്കാൾ ഊന്നൽ കൊടുക്കേണ്ടത് പ്രതിരോധത്തിനാണ്, അതായത് പ്രിവെൻഷൻ. അതെ. ഈ ആദ്യത്തെ അനുഭവം കുട്ടിയുടെ മനസ്സിൽ ഒരു ചിത്രമുണ്ടാക്കും. ദന്താശുപത്രി, ഡോക്ടർമാർ, ഇതിനെക്കുറിച്ചൊക്കെ. അത് നല്ലതാണെങ്കിൽ, പോസിറ്റീവാണെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ പല്ലിന്റെ കാര്യത്തിൽ സഹകരിക്കും. ശരിയാണ്. നല്ലൊരു അനുഭവമാണെങ്കിൽ പേടിയില്ലാതെ സഹകരിക്കും. ഇനി മോശം അനുഭവമാണെങ്കിലോ അതിന്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? അതാണ് ഏറ്റവും വലിയ അപകടം. ഒരു മോശം അനുഭവമാണ് കിട്ടുന്നതെങ്കിൽ കുട്ടിക്ക് ഈ ഡെന്റൽ ട്രീറ്റ്മെന്റിനോടൊരു വല്ലാത്ത ഉത്കണ്ഠ, ആൻസൈറ്റി എന്നൊക്കെ പറയില്ലേ, അത് വരാം. പിന്നെ വലുതായാൽ പോലും പല്ലിന് പ്രശ്നമുണ്ടായാൽ ഡോക്ടറെ കാണാൻ മടിക്കും. ഓഹോ. ചെറിയ പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ അത് ചികിത്സിക്കാതെ വലുതാകും, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. ശരി. ഇത് ഒഴിവാക്കുക, അതാണ് ഈ നേരത്തെയുള്ള സന്ദർശനത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം. ഈ പഠനങ്ങളിൽ എടുത്തു പറയുന്നൊരു കാര്യം ചിലപ്പോൾ പലർക്കും പുതിയ അറിവായിരിക്കും. ഈ ആദ്യ സന്ദർശനം കുട്ടിക്ക് 1 വയസ്സാകുന്നതിന് മുൻപേ വേണമെന്നുള്ളതാണ്. അതെ. എന്തുകൊണ്ടാണ് അത്ര നേരത്തെ പോണെന്ന് പറയുന്നത്? അത്ര ചെറിയ കുട്ടിക്ക് എന്ത് ചികിത്സ കൊടുക്കാനാന്ന് ചിലപ്പോൾ തോന്നിപ്പോകാം. അതൊരു നല്ല ചോദ്യമാണ്. പലരും അങ്ങനെ ചിന്തിക്കാറുണ്ട്. പീഡോഡോണ്ടിസ്റ്റുകൾ, അതായത് കുട്ടികളുടെ ദന്താരോഗ്യ വിദഗ്ധർ, അവർ നിർദ്ദേശിക്കുന്നത് കുട്ടിക്ക് 1 വയസ്സ് തികയുന്നതിന് മുൻപ്. 1 വയസ്സിന് മുൻപ്? അതെ. അല്ലെങ്കിൽ ആദ്യത്തെ പല്ല് വന്നിട്ട്, സാധാരണ താഴത്തെ മുമ്പിലെ പല്ലാണ് വരിക, അത് വന്ന് ഒരു 6 മാസത്തിനകം ആദ്യ സന്ദർശനം നടത്തണമെന്നാണ്. ഇതിന്റെ കാരണം ചികിത്സ എന്നതിനേക്കാൾ വേറെയാണല്ലേ? അതെ, വേറെ കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടിയുടെ പല്ലുകൾ, താടിയെല്ലുകൾ, അതിന്റെയൊക്കെ വളർച്ച നോർമലാണോ എന്ന് ഡോക്ടർക്ക് നോക്കാൻ പറ്റും. ശരി. 2, പല്ലിലെ പോട്, ഡീകെ എന്നു പറയും, അതിന്റെ വല്ല ചെറിയ ലക്ഷണമോ അല്ലെങ്കിൽ വിരൽ കുടിക്കുക പോലുള്ള ഓറൽ ഹാബിറ്റ്സ്, ദുശീലങ്ങൾ, അതിന്റെ സൂചനയോ ഉണ്ടെങ്കിൽ തുടക്കത്തിലേ കണ്ടെത്താം. തുടക്കത്തിൽ തന്നെ? അതെ. 3, എങ്ങനെയാണ് ശരിക്ക് ബ്രഷ് ചെയ്യേണ്ടത്, ആരോഗ്യകരമായ ഭക്ഷണശീലം എന്താണ്, ഇതൊക്കെ മാതാപിതാക്കൾക്ക് ഡോക്ടറിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാം. ഓക്കേ. ഏറ്റവും പ്രധാനമായിട്ട് കുട്ടി
ഡോക്ടർ, കുടുംബം, ഇവർ തമ്മിൽ ഒരു നല്ല ബന്ധം, ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് നേരത്തെ തുടങ്ങാൻ ഇത് സഹായിക്കും. അപ്പോ ഒരു പ്രശ്നം വരാൻ കാത്തിരിക്കരുത്, പ്രശ്നം വരാതിരിക്കാനുള്ള വഴി നേരത്തെ തന്നെ നോക്കുക. അതാണ് കാര്യം. ഈ ആദ്യത്തെ സന്ദർശനം പല്ലിന്റെ കാര്യം പേടിക്കേണ്ട ഒന്നല്ല, അത് നോർമലും ഇമ്പോർട്ടന്റോ ആണെന്നൊരു ചിന്ത കുട്ടിക്ക് കൊടുക്കാൻ സഹായിക്കും. അതെ, ഇവിടെയാണ് ആരോഗ്യപ്രവർത്തകരായ നിങ്ങളുടെ ഒരു പങ്കും വരുന്നത്. ഈ ഒരു മെസ്സേജ് പാരന്റ്സിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും. തേകത ഉണ്ട്, തീർച്ചയായും ഉണ്ട്. കുട്ടികളുടെ പല്ലുകൾ, പ്രത്യേകിച്ച് പാൽപ്പല്ലുകൾ, അത് സ്ട്രക്ചറലി കുറച്ച് ലോലമാണ്, ഡെലിക്കേറ്റാണ്. ഡെലിക്കേറ്റ്. അതിന്റെ പുറമേയുള്ള ആ ഇനാമൽ പാളിയിലെ അതിന് കട്ടി കുറവാണ്. ഓഹോ. അപ്പോ മുതിർന്നവരുടെ പല്ലിനേക്കാളും പെട്ടെന്ന് കേടുവരാൻ സാധ്യത കൂടുതലാണ്. റൈറ്റ്. പിന്നെ കുട്ടികളുടെ ഭക്ഷണ രീതി, ഇടയ്ക്കിടെ സ്നാക്സ് കഴിക്കുക, മധുരം കൂടുതൽ കഴിക്കുക, രാത്രി പാൽക്കുപ്പി, ഇതൊക്കെ പോടുവരാനുള്ള സാധ്യത കൂട്ടും. ശരിയാണ്. ഈ പോടുകൾ വളരെ വേഗത്തിൽ പടർന്ന് പല്ലിന്റെ ഉള്ളിലേക്കെത്താനും സാധ്യതയുണ്ട്. ഓ, അപ്പോ ആ ഘടനയിലുള്ള വ്യത്യാസം പ്രധാനമാണ്. നേരത്തെ ഡോക്ടറെ കാണുന്നത് ഈ റിസ്ക് കുറയ്ക്കാൻ എങ്ങനെയാ സഹായിക്കുന്നത്? നേരത്തെ പോയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, പല്ലിലെ പോട് അതിന്റെ ഏറ്റവും തുടക്കത്തിൽ ചിലപ്പോൾ ഒരു ചെറിയ വെള്ളപ്പാടായിരിക്കും. വേണ്ട ഭക്ഷണക്രമം, വായ എങ്ങനെ വൃത്തിയാക്കണം, ഇതിനെക്കുറിച്ച് പേരൻസിന് നല്ലൊരു ഉപദേശം കൊടുത്താൻ ഡോക്ടർക്ക് പറ്റും. ശരി. 3, ഡെന്റൽ ക്ലിനിക് ഒരു പേടിപ്പെടുത്തുന്ന സ്ഥലമല്ല, അതൊരു ഫ്രണ്ട്ലി സ്ഥലമാണെന്ന് കുട്ടിക്ക് തോന്നും. അത് പ്രധാനമാണ്. അത് ഭാവിയിലെ ചികിത്സയോടുള്ള പേടി കുറയ്ക്കും. അവസാനം, ഇതൊക്കെ ഭാവിയിൽ വരാവുന്ന വേദന, ചികിത്സയ്ക്കുള്ള സമയം, പൈസ, ഇതൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പഠന സാമഗ്രികൾ അത് എടുത്തു പറയുന്നുണ്ട്, ചികിത്സയേക്കാൾ എപ്പോഴും എളുപ്പം, ചെലവ് കുറവ്, സൗകര്യം, ഇതൊക്കെ പ്രതിരോധമാണ്. പ്രിവെൻഷൻ. അതെ, പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ഈസിയർ, ചീപ്പർ ആൻഡ് മോർ കംഫർട്ടബിൾ ദാൻ ട്രീറ്റ്മെന്റ്. പ്രതിരോധമാണ് പ്രധാനം എന്നത് വളരെ ക്ലിയറായി. ഇത് സ്വാഭാവികമായും അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. കുട്ടികൾക്കായിട്ട് ഒരു സാധാരണ ദന്തരോഗ വിദഗ്ധനെ, ഒരു ജനറൽ ഡെന്റിസ്റ്റിനെ കാണിച്ചാൽ മതിയോ, അതോ ഈ പഠനങ്ങളിൽ എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശമുണ്ടോ? സാധാരണ ജനറൽ ഡെന്റിസ്റ്റുകൾ കുട്ടികളെ ചികിത്സിക്കാറുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. ശരി. എങ്കിലും ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നതുപോലെ കുട്ടികളുടെ ദന്താരോഗ്യത്തിൽ സ്പെഷ്യൽ ട്രെയിനിംഗ് കിട്ടിയവരുണ്ട്, പീഡോഡോണ്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ പീഡിയാട്രിക് ഡെന്റിസ്റ്റ് എന്നും പറയും. പീഡോഡോണ്ടിസ്റ്റ്, പീഡിയാട്രിക് ഡെന്റിസ്റ്റ്. അതെ, ഇവർ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരാണ്. കുട്ടികളുടെ ഓരോ വളർച്ചാഘട്ടത്തിലെ പ്രത്യേകതകൾ, അവരുടെ സൈക്കോളജി, പെരുമാറ്റരീതി, ഇതൊക്കെ മനസ്സിലാക്കി അവരെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുണ്ട്. ഓഹോ. കുട്ടികൾക്ക് പേടി തോന്നാത്ത രീതിയിൽ സംസാരിക്കാനും ഉപകരണങ്ങൾ പരിചയപ്പെടുത്താനൊക്കെ അവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. അപ്പോ കുട്ടികളുടെ കാര്യത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റ് അപ്രോച്ച് നല്ലതാണെന്ന് ഈ പഠനങ്ങൾ പറയുന്നു. ആരോഗ്യപ്രവർത്തകരായ നിങ്ങൾക്ക് ഇത് പാരന്റ്സിനോട് പറയുമ്പോൾ ശ്രദ്ധിക്കാമല്ലേ? തീർച്ചയായും. ഒരു നല്ല പീഡോഡോണ്ടിസ്റ്റിനെ, അല്ലെങ്കിൽ കുട്ടികളോട് നന്നായി ഇടപെടുന്ന ഒരു ക്ലിനിക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം? എന്തൊക്കെ ശ്രദ്ധിക്കണം? നല്ല ചോദ്യം. ക്ലിനിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്, ഡോക്ടർ കുട്ടികളോട് ദയ, ക്ഷമ, സൗമ്യത, ഇതൊക്കെയുള്ള ആളാണോ? കാര്യങ്ങൾ സിമ്പിളായി പാരന്റ്സിന് പറഞ്ഞുകൊടുക്കാൻ താൽപ്പര്യമുണ്ടോ? പിന്നെ ക്ലിനിക്കിന്റെ ഒരു അന്തരീക്ഷം, നല്ല വൃത്തിയുണ്ടോ? കുട്ടികൾക്കിഷ്ടപ്പെടുന്ന വല്ല ചിത്രങ്ങളോ കളിപ്പാട്ടങ്ങളോ അവിടെയുണ്ടോ? അതൊക്കെ അവർക്കൊരു കംഫർട്ട് കൊടുക്കും. ശരിയാണ്. അവിടെയുള്ള മറ്റ് സ്റ്റാഫിന്റെ പെരുമാറ്റം, അവർ ഫ്രണ്ട്ലി ആണോ, നല്ല വാക്കുകളാണോ ഉപയോഗിക്കുന്നത്? അതും പ്രധാനമാണ്. ഏറ്റവും പ്രധാനമായിട്ട്, വെറുതെ പല്ലടയ്ക്കുക, പരിക്കുക എന്നതിനപ്പുറം പ്രിവെന്റീവ് കെയറിന്, അതായത് പല്ല് കേടുവരാതെ നോക്കാനുള്ള വഴികൾക്ക്, പ്രതിരോധ മാർഗങ്ങൾക്ക്, അതെ, അതിന് ഊന്നൽ കൊടുക്കുന്നൊരു അപ്രോച്ച് അവിടെ ഉണ്ടോ എന്നുറപ്പാക്കണം. പ്രതിരോധത്തിനുള്ള ഊന്നൽ വീണ്ടും വരുന്നു. മാതാപിതാക്കൾക്ക് ഡോക്ടറോട് നേരിട്ട് എന്തെങ്കിലും ചോദിച്ചിതൊക്കെ ഉറപ്പാക്കാൻ പറ്റുമോ? എന്തു ചോദ്യങ്ങളൊക്കെ ചോദിക്കാം? ചോദിക്കാമല്ലോ, തീർച്ചയായും. പേരൻസിനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഉദാഹരണത്തിന്, ഡോക്ടർ ഈ റെഗുലർ ചെക്കപ്പിനും പ്രിവെൻഷനും എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ശരി. കുട്ടിയെ ശരിക്ക് ബ്രഷ് ചെയ്യാനും പല്ലിനിട വൃത്തിയാക്കാൻ ഫ്ലോസ് ഒക്കെ ഉപയോഗിക്കാനും പഠിപ്പിക്കുന്നുണ്ടോ? ഫ്ലോസിംഗ്. അതെ. പിന്നെ ഈ ജങ്ക് ഫുഡ്, മധുരം, അതിൻ്റെയൊക്കെ ദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ടോ? ഓക്കെ. പല്ല് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ചില കാര്യങ്ങളുണ്ട്. ഈ സീലൻഡറുകൾ, ഫ്ലൂറൈഡ് ട്രീറ്റ്മെന്റ്സ്, അതൊക്കെ അവിടെ ലഭ്യമാണോ? അങ്ങനെയുള്ള പ്രതിരോധ മാർഗങ്ങൾ. പിന്നെ ഭാവിയിൽ പല്ല് നിരതെറ്റുകയാണെങ്കിൽ അത് നേരെയാക്കാനുള്ള ഓർത്തോഡോണ്ടിക് ചികിത്സയെക്കുറിച്ച് ഇൻഫർമേഷൻ തരുവോ?
ചികിത്സയുടെ ഇടയിൽ വേദന വരാതിരിക്കാന് അല്ലെങ്കിൽ പേടിയുള്ള കുട്ടികളെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ എന്തൊക്കെ രീതികളാണ് ഉപയോഗിക്കുന്നത്? ആ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഏകദേശം എന്ത് ചെലവ് വരും എന്നൊക്കെയുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ വിശദീകരിച്ചു തരുമോ? ഇതൊക്കെ ചോദിച്ചാൽ പാരന്റ്സിന് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ മാതാപിതാക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആരോഗ്യ പ്രവർത്തകരായ നിങ്ങളുടെയും ഒരു ചുമതലയാണ്. അതേ, വെറും പല്ല് ശരിയാക്കുന്നതിനപ്പുറം ബോധവൽക്കരണത്തിനും പ്രതിരോധത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ക്ലിനിക്കുകളെ കണ്ടെത്താനും അവരെ അങ്ങോട്ട് വിടാനും നിങ്ങൾക്കും സഹായിക്കാം. തീർച്ചയായും. ശരി, ഇനി ആദ്യ സന്ദർശനത്തിലേക്ക് തന്നെ വരാം. അവിടെ എന്താ നടക്കുന്നത്? എന്താ പ്രതീക്ഷിക്കേണ്ടത്? എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ അപ്പം തന്നെ ചെയ്യുമോ? ഓ, അതാണ് പലരുടെയും മെയിൻ സംശയം. ഈ പഠന സാമഗ്രികൾ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, ആദ്യത്തെ സന്ദർശനം സാധാരണയായി ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ളതല്ല. അല്ല. അതിന്റെ പ്രധാന ലക്ഷ്യം കുട്ടിയെ ആ സ്ഥലവുമായിട്ട് അവിടുത്തെ സാഹചര്യവുമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുക. ഫെമിലിയറൈസേഷൻ എന്ന് പറയും. ഫെമിലിയറൈസേഷൻ. അതെ, അവർക്ക് അവിടെ പേടിയില്ലാതെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ ഒരവസരം കൊടുക്കുക. അതാണ് പ്രധാനം. ഓഹോ, അപ്പൊ ആദ്യത്തെ വിസിറ്റ് ഒരു പരിചയപ്പെടൽ സെഷൻ ആണെന്നാണോ ഈ രേഖകൾ പറയുന്നത്? ചികിത്സയേക്കാൾ പ്രധാനം ആ അന്തരീക്ഷവുമായിട്ട് ഇണങ്ങുക എന്നതാണോ? അതെ, ഒരു പരിചയപ്പെടൽ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പൊ ഡോക്ടർ എന്തൊക്കെയായിരിക്കും ചെയ്യുക? ഡോക്ടർ ചിലപ്പോൾ കുട്ടിയെ ഡെന്റൽ ചെയറിൽ വെറുതെ ഇരുത്തും. ആ ചെയർ മുകളിലേക്കും താഴേക്കും പോകുന്നത് കാണിച്ചു കൊടുക്കും. ചിലപ്പോൾ അതിന്റെ ബട്ടൺ അമർത്താൻ കുട്ടിയോട് പറയും. ഓ, കയ്യിലുള്ള ചെറിയ കണ്ണാടി കൊടുത്ത് പല്ല് നോക്കാൻ പറയും. പിന്നെ പല്ലിൽ വെള്ളമോ കാറ്റോ അടിക്കുന്നൊരു സാധനമില്ലേ, എയർ വാട്ടർ സ്പ്രേ, ഉണ്ട്. അത് വെച്ച് ഒരു കളി പോലെ കാണിക്കും. പിന്നെ ലൈറ്റ് ഓൺ ചെയ്ത് കാണിക്കും. ഇതൊക്കെ ആ ഉപകരണങ്ങളോടുള്ള പേടി മാറ്റാനാ. റൈറ്റ്. കുട്ടി ഓക്കെ ആണെങ്കിൽ മാത്രം പേടിപ്പിക്കാത്ത രീതിയിൽ വളരെ സോഫ്റ്റായിട്ട് വായ തുറന്ന് പല്ലൊന്ന് എണ്ണി നോക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാം. അപ്പോ ഇതൊരു ചികിത്സ എന്നതിനേക്കാൾ ഒരു ഫൺ ടൂർ പോലെ രസകരമാക്കാനാണ് ശ്രമിക്കേണ്ടതല്ലേ? അതെ, കൃത്യമായി. അതാണ് ഏറ്റവും നല്ല വഴി. ഇനി കുട്ടിക്ക് കുറച്ച് പേടിയോ പരിഭ്രമോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടർ ചിലപ്പോ അന്നത്തെ പരിശോധന മുഴുവൻ ചെയ്യില്ല, അടുത്ത തവണ വരാൻ പറയും. ഓക്കേ. ലക്ഷ്യം കുട്ടിയെ നിർബന്ധിച്ച് ചികിത്സിക്കുക എന്നതല്ല, അവരെ പതിയെ ആ സാഹചര്യവുമായിട്ട് ഇണക്കിയെടുക്കുക. ഈ ആദ്യ സന്ദർശനം വിജയകരമാക്കാൻ പാരന്റ്സിന്റെ പങ്ക് വളരെ വലുതാണെന്ന് ഇപ്പോൾ വ്യക്തമായി. കുട്ടിയെ കൊണ്ടുപോകുന്നതിന് മുൻപ് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ പഠനത്തിൽ എന്തൊക്കെയാ പറയുന്നത്? പാരന്റ്സിന്റെ റോൾ വളരെ വലുതാണ്, ശരിയാണ്. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ മെറ്റീരിയൽസിൽ എടുത്തു പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? 1. സമയം. പറ്റുമെങ്കിൽ രാവിലെ തന്നെയുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കുക. രാവിലെ. കാരണം ആ സമയത്ത് കുട്ടികൾ പൊതുവേ നല്ല ഫ്രഷ് ആയിരിക്കും, സഹകരിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ. 2. ഭക്ഷണം. പോകുന്നതിന് മുൻപ് ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ്. വിശന്നിരുന്നാൽ ചിലപ്പോൾ അസ്വസ്ഥരാകും. ശരിയാണ്. 3. വാക്കുകൾ ശ്രദ്ധിക്കുക. കുട്ടിയോട് സംസാരിക്കുമ്പോൾ പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഈ വേദനയെടുക്കില്ല, പേടിക്കണ്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ, പറയും. അതൊഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ആ വാക്കുകൾ കേൾക്കുമ്പോഴേ കുട്ടിക്ക് വേദന, പേടി എന്ന ചിന്ത വരും. ഓഹോ. പകരം ഡോക്ടർ അങ്കിൾ പല്ലൊക്കെ എണ്ണി നോക്കും, പല്ല് നല്ല ഷൈനി ആക്കാൻ സഹായിക്കും, നമ്മുടെ ചിരി ഭംഗിയായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് എന്നൊക്കെ പറയാം. റൈറ്റ്. പോസിറ്റീവ് ഫ്രെയിമിംഗ്. അതെ. 4ാമത്തെ കാര്യം, ഭീഷണി വേണ്ട. ഭീഷണിയോ? പല്ല് തേച്ചില്ലെങ്കിൽ ഡോക്ടർ ഇഞ്ചക്ഷൻ വെക്കും, അല്ലെങ്കിൽ പല്ല് പറിച്ചു കഴിയും എന്നൊന്നും പറയരുത്. അയ്യോ, അത് പറയരുത്. ഒരിക്കലും പറയരുത്. അത് ഡോക്ടറെ ഒരു പേടി സ്വപ്നമാക്കും. ശരി. 5. കൈക്കൂലി. അതും ഒഴിവാക്കണം. കൈക്കൂലി എന്ന് വെച്ചാൽ? ഡോക്ടറെ കണ്ടാൽ ചോക്ലേറ്റ് തരാം, കളിപ്പാട്ടം വാങ്ങിത്തരാം എന്നൊക്കെ പറയുന്നത്. അതത്ര നല്ലതല്ല അല്ലേ? അല്ല. കാരണം ചികിത്സ എന്തോ സഹിക്കേണ്ട, ഇഷ്ടമില്ലാത്ത കാര്യമാണെന്നും അതിനുള്ള സമ്മാനമാണ് ഇതെന്നും കുട്ടിക്ക് തോന്നിയേക്കാം. 6ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൂടെ പോകുന്ന ആള് അച്ഛനോ അമ്മയോ ആയാലും ശാന്തരായിരിക്കണം. നമ്മുടെ ടെൻഷൻ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ കൂളാണെങ്കിൽ അവർക്കും സേഫായിട്ട് തോന്നും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വിസിറ്റ് ഒരു പകുതി സക്സസ് ആക്കാം. അതെ. ഇനി ഡോക്ടർ ഈ ആദ്യ പരിശോധനയിൽ എന്തെല്ലാം കാര്യങ്ങളാ സാധാരണ നോക്കുന്നത്? എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമോ? ആദ്യത്തെ പരിശോധന സിമ്പിളായിരിക്കും. ഒരു 15-20 മിനിറ്റൊക്കെ കാണൂ.
ഓക്കെ. ഡോക്ടർ പ്രധാനമായിട്ടും നോക്കുന്നത് ഒന്ന്, മുഖം താടിയെല്ലുകൾ അതിന്റെയൊക്കെ വളർച്ച നോർമലാണോ എന്ന്. ശരി. 2, പല്ലിലും മോണയിലും വല്ല പോട്, മുറിവ്, ഇൻഫെക്ഷൻ ഇതിന്റെയൊക്കെ ലക്ഷണമുണ്ടോ നോക്കും. സൂക്ഷ്മമായിട്ട്. അതെ. 3, കുട്ടിയുടെ കടി, ബൈറ്റ് എന്ന് പറയും, അത് ശരിയാണോ? പിന്നെ വിരൽ കുടിക്കുക, നാക്ക് തള്ളുക, ഉറക്കത്തിൽ പല്ലു കടിക്കുക, ഗ്രൈൻഡിംഗ് ഇങ്ങനെയുള്ള ഓറൽ ഹാബിറ്റ്സ് ഉണ്ടോ നോക്കും. 4, ഭക്ഷണരീതികൾ, പാൽക്കുപ്പി ശീലങ്ങൾ ഇതൊക്കെ പേരൻസുമായിട്ട് സംസാരിക്കും, ഡിസ്കസ് ചെയ്യും. അതെ. 5, വീട്ടിൽ എങ്ങനെ പല്ല് തേക്കണം, ക്ലീൻ ചെയ്യണം എന്നൊക്കെ കാണിച്ചു തരും. ഓക്കെ. 6, കുട്ടിയുടെ പ്രായത്തിനും പല്ലിന്റെ അവസ്ഥയ്ക്കും അനുസരിച്ചുള്ള ഡയറ്റ്, ടൂത്ത് പേസ്റ്റ്, ബ്രഷ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരും. റൈറ്റ്. 7, ചിലപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം പല്ലിനിടയിലോ മറ്റോ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പോടുണ്ടോന്നറിയാൻ ചെറിയ എക്സ്റേസ് എടുക്കാൻ പറയും. എക്സ്റേ. സീലൻസ് ഇടുകയോ ചെയ്യാൻ നിർദ്ദേശിക്കാം. സീലൻസ് നേരത്തെ പറഞ്ഞത്. അതെ. 9, ഈ പാൽപ്പല്ല് എപ്പോഴാ വരുന്നത്, അത് പോയിട്ട് സ്ഥിരം പല്ല് വരുന്നത് എപ്പോഴാണ്, ടൂത്ത് ഇറപ്ഷൻ അതിനെക്കുറിച്ചൊക്കെ പേരൻസിന് വിവരം കൊടുക്കും. കിൻഡർഗാർട്ടൻ അധ്യാപകർക്ക് ഈ വിഷയത്തിൽ കുട്ടികളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? അധ്യാപകർക്ക് തീർച്ചയായും ഒരു പങ്കുണ്ട്. കുട്ടികളോട് അവരുടെ പല്ലു ഡോക്ടർ വിസിറ്റിനെക്കുറിച്ച് ക്ലാസ്സിൽ സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാം. ഓഹോ. ചിലപ്പോ ചിത്രം വരയ്ക്കാനോ അവരുടെ അനുഭവം പറയാനോ ഒക്കെ പ്രോത്സാഹിപ്പിക്കാം. ഇത് ഡെന്റിസ്റ്റിനെ കാണുന്നത് ഒരു നോർമൽ കാര്യമാണെന്നും പേടിക്കേണ്ട കാര്യമില്ലെന്നും മറ്റു കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. നല്ല ഐഡിയ. എന്നാൽ ചില കുട്ടികൾക്ക് പുതിയ സാഹചര്യങ്ങളുടെ ഒരു പേടി സ്വാഭാവികമാണല്ലോ. ആണ്. അങ്ങനെയുള്ള സഹകരിക്കാൻ മടിക്കുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പീഡിയോഡോണ്ടിസ്റ്റുകൾ എന്തെങ്കിലും സ്പെഷ്യൽ ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ടോ? ഈ ചൈൽഡ് ബിഹേവിയർ മാനേജ്മെന്റ് ടെക്നിക്സിനെക്കുറിച്ച് ഈ പഠനത്തിൽ പറയുന്നുണ്ടോ? ഉണ്ട്, പറയുന്നുണ്ട്. കുട്ടികളുടെ പേടിയും ഉത്കണ്ഠയും കുറയ്ക്കാൻ സയന്റിഫിക് ആയിട്ടുള്ള പല രീതികളും പീഡിയോഡോണ്ടിസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ പഠന സാമഗ്രികളിൽ ചില പ്രധാനപ്പെട്ടവ പറയുന്നുണ്ട്. 1, ടെൽ ഷോ ഡു. ടെൽ ഷോ ഡു അതെന്താണ്? അത് ഡോക്ടർ ആദ്യം സിമ്പിൾ വാക്കിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയും. ടെൽ. അതിന് ഉപയോഗിക്കുന്ന ഉപകരണം ചിലപ്പോൾ ചെറിയൊരു കണ്ണാടിയായിരിക്കും, അത് കാണിക്കും. ഷോ. ശരി. എന്നിട്ട് വളരെ പതിയെ സോഫ്റ്റായിട്ട് ആ കാര്യം ചെയ്യും. ഡു. ആഹാ, അപ്പൊ കുട്ടിക്ക് എന്താ വരാൻ പോകുന്നതെന്നൊരു ഐഡിയ കിട്ടും, പേടി കുറയും. മനസ്സിലായി. 2, വോയിസ് കൺട്രോൾ. ഡോക്ടർ ചിലപ്പോ സംസാരിക്കുന്ന ടോൺ ഒന്ന് മാറ്റും. കുട്ടിയുടെ ശ്രദ്ധ കിട്ടാനും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ദേഷ്യപ്പെട്ടല്ല, പക്ഷെ ശാന്തവും എന്നാൽ ഉറച്ചതുമായ ശബ്ദം. റൈറ്റ്. 3, ശ്രദ്ധ മാറ്റൽ, ഡിസ്ട്രാക്ഷൻ. അതെ. ട്രീറ്റ്മെന്റിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ഡോക്ടർ സംസാരിക്കും, കഥ പറയും, കളിപ്പാട്ടം കാണിക്കും, ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാണെന്ന് ചോദിക്കും, അങ്ങനെയൊക്കെ. 4, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. കുട്ടി നന്നായി സഹകരിക്കുമ്പോൾ വെരി ഗുഡ്, മിടുക്കി എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും. അത് കൂടുതൽ സഹകരിക്കാൻ ഒരു ഇൻസ്പിരേഷൻ ആകും. ശരിയാണ്. 5, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് വാക്കുകൾ ഇല്ലാതെ ഒരു പുഞ്ചിരി, തലയാട്ടൽ, സോഫ്റ്റായ നോട്ടം ഇതിലൂടെയൊക്കെ കുട്ടിക്ക് ഒരു സേഫ്റ്റി ഫീൽ കൊടുക്കാൻ ശ്രമിക്കും. 6, സിഡേഷൻ. ഇത് വളരെ റെയറായിട്ട് മറ്റു വഴിയൊന്നും നടക്കാതെ വരുമ്പോൾ മാത്രം. ഓഹോ. കുട്ടിക്ക് ഭയങ്കര പേടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒട്ടും സഹകരിക്കുന്നില്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മയക്കം, മൈൽഡ് സെഡേഷൻ കൊടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വന്നേക്കാം. അത് സേഫ് ആണോ? അത് സേഫാണ്. പക്ഷെ ഇത് ചെയ്യുന്നതിന് മുൻപ് ഡോക്ടർ പേരൻസുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും, അവരുടെ സമ്മതം വാങ്ങിയിട്ടേ ചെയ്യൂ. ഇതൊരു ലാസ്റ്റ് ഓപ്ഷനാണ്. ഈ ടെൽ ഷോ ഡു രീതി ഇത് കേൾക്കുമ്പോൾ ആരോഗ്യ പ്രവർത്തകർക്ക് മറ്റു ഹെൽത്ത് ട്രെയിനിങ്ങിലും ഇത് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും. കുട്ടികളുടെ പേടി കുറയ്ക്കാൻ ഇത് സിമ്പിളും എഫക്റ്റീവുമാണെന്ന് ഈ പഠനവും പറയുന്നുണ്ടോ? അതെ. കുട്ടികളുമായി ഇടപെടുന്ന എവിടെയും ഇതുപയോഗിക്കാം. കാര്യങ്ങൾ മുൻകൂട്ടി സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ആങ്സൈറ്റി കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് ഈ പഠനങ്ങളും പറയുന്നത്. സന്ദർശനത്തിന് ശേഷം പാരന്റ്സ് എന്താ ചെയ്യേണ്ടത്? വിസിറ്റ് കഴിഞ്ഞാല് കുട്ടിയെ അഭിനന്ദിക്കണം. അവര് പേടിയില്ലാതെ ഇരുന്നതുകൊണ്ടോ സഹകരിച്ചതുകൊണ്ട് മാത്രമല്ല, സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി കാണിച്ചല്ലോ. ശരിയാണ്. അതിനും അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇത് അടുത്ത വിസിറ്റ് കുറച്ചുകൂടി ഈസിയാക്കും. അപ്പോൾ ഈ ആദ്യ സന്ദർശനത്തിന്റെ പ്രാധാന്യം, രീതികള് എല്ലാം നമ്മൾ സംസാരിച്ചു. ഇതിന്റെ എല്ലാം ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറയുന്നത് അന്നേരത്തെ പ്രശ്നം തീർക്കുക എന്നതിനേക്കാൾ
ഭാവിയിൽ പ്രശ്നം വരാതെ നോക്കുക എന്നതാണെന്ന് ഉറപ്പിക്കാമല്ലോ. അതെ, അതായത് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി. 100%. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. പ്രതിരോധം, പ്രിവെൻഷൻ, അത് തന്നെയാണ് യഥാർത്ഥ ലക്ഷ്യം. കൃത്യമായ ഇടവേളകളിലുള്ള ചെക്കപ്പ്, സാധാരണ 6 മാസം കൂടുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും നേരത്തെ കണ്ടുപിടിക്കാൻ സഹായിക്കും. റൈറ്റ്. ഇത് കുട്ടിയെ എപ്പോഴും കംഫർട്ടബിളായും കോൺഫിഡന്റായും പിന്നെ പല്ലിൽ പോടില്ലാതെ ക്യാവിറ്റി ഫ്രീ ആയും നിർത്താൻ സഹായിക്കും. ഒരു ചെടി നടുന്നതുപോലെയല്ലേ? ആ, നല്ലൊരു ഉദാഹരണമാണ്. വിത്ത് നട്ട് വെള്ളമൊഴിച്ച് വളമിട്ട് നന്നായി നോക്കിയാൽ ചെടി ഹെൽത്തിയായിട്ട് വളരും. അതെ. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അതാണല്ലോ. അതുപോലെ തന്നെ പല്ലിന്റെ കാര്യവും. തുടക്കം മുതലേ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഈ പ്രതിരോധ മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാമോ? ആരോഗ്യപ്രവർത്തകർക്കും ടീച്ചേഴ്സിനും പാരന്റ്സിനും കൊടുക്കാൻ പറ്റുന്ന മെയിൻ മെസ്സേജുകൾ എന്തൊക്കെയാണ്? പറയാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രിവെന്റീവ് സ്റ്റെപ്സ് ഇതൊക്കെയാണ്. 1. ദിവസം 2 നേരം, രാവിലെ ഭക്ഷണശേഷം, രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഫ്ലൂറൈഡുള്ള ഫ്ലൂറൈഡ് ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേച്ചുക. ഫ്ലൂറൈഡ് ടൂത്ത്പേസ്റ്റ്. അതെ. 2. മധുരമുള്ള സ്നാക്സ്, പ്രത്യേകിച്ച് പല്ലിൽ ഒട്ടിപ്പിടിക്കുന്ന തരം. പിന്നെ മധുരമുള്ള ഡ്രിങ്ക്സ്, അതൊക്കെ പറ്റുന്നത്ര കുറയ്ക്കുക. ഭക്ഷണ സമയങ്ങൾക്കിടയിലുള്ള ഈ സ്നാക്കിംഗ് ലിമിറ്റ് ചെയ്യുക. ഓക്കെ. 3. ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പല്ലിന് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സീലന്റുകളും ഫ്ലൂറൈഡ് ചികിത്സകളും ഉപയോഗിക്കുക. ശരി. 4. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഡെന്റിസ്റ്റിനെ കണ്ട് പല്ല് ചെക്ക് ചെയ്യുക. ആവശ്യമെങ്കിൽ പ്രൊഫഷണലായിട്ട് ക്ലീൻ ചെയ്യുക. ആരോഗ്യപ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, അധ്യാപകർ, ഇവർക്കുള്ള സന്ദേശം എന്താണ്? ഇവിടെയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും പങ്ക് വളരെ വലുതാവുന്നത്. ഓരോ സ്കൂളും അംഗനവാടിയും അതൊക്കെ ഓറൽ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ആദ്യ പടികളായി മാറണം. ശരിയാണ്. കുട്ടികളെ സിമ്പിൾ ബ്രഷിംഗ് ടെക്നിക്സ് പഠിപ്പിക്കുക. ക്ലാസ്സിലും വീട്ടിലും ഹെൽത്തി സ്നാക്സ് പ്രൊമോട്ട് ചെയ്യുക. കുട്ടികൾക്ക് എന്തെങ്കിലും പല്ലിന്റെ പ്രശ്നം കണ്ടാൽ ഉടനെ പേരൻസിന് അറിയിക്കുക. അവരെ ഡെന്റിസ്റ്റിനെ കാണാൻ പ്രേരിപ്പിക്കുക. നിങ്ങളുടെ ഒരു ഇടപെടൽ ഒരു സമൂഹത്തിന്റെ തന്നെ ദന്താരോഗ്യം നന്നാവുന്നതിൽ വലിയ പങ്ക് വഹിക്കും. നിങ്ങളാണ് ശരിക്കുള്ള ഹെൽത്ത് അംബാസഡർമാർ. വളരെ വിശദമായി നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചു. കുട്ടികളുടെ ആദ്യ ദന്ത സന്ദർശനത്തെക്കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മുടെ ശ്രോതാക്കൾക്ക് ഓർമ്മയിൽ വെക്കാനായി ഒന്ന് ചുരുക്കി പറയാമോ? പറയാം. പ്രധാന ആശയങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തത്, നേരത്തെ തുടങ്ങുക. കുട്ടിയുടെ ആദ്യത്തെ ഡെന്റൽ വിസിറ്റ് 1 വയസ്സാകുമ്പോഴേക്കും വേണം. വേദന വരാൻ നോക്കി നിൽക്കരുത്. ശരി. 2. ശരിയായ തിരഞ്ഞെടുപ്പ്. കുട്ടികളോട് നന്നായി ഇടപെടുന്ന ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടറെയും ക്ലിനിക്കും തിരഞ്ഞെടുക്കുക. പ്രിവെൻഷന് പ്രാധാന്യം കൊടുക്കുന്നവരെ നോക്കുക. ഓക്കെ. 3. നല്ല തയ്യാറെടുപ്പ്. കുട്ടിയെ പോസിറ്റീവായിട്ട് ഒരുക്കുക. പേടിപ്പിക്കുന്ന വാക്കുകൾ, ഭീഷണി, ഗിഫ്റ്റ് ഓഫർ ഇതൊന്നും വേണ്ട. പാരന്റ്സ് കൂളായിരിക്കുക. റൈറ്റ്. 4. ലളിതമായ ആദ്യപടി. ഫസ്റ്റ് വിസിറ്റ് സാധാരണയായി ചെറുതും രസകരവും പരിചയപ്പെടലുമാണ്. വേദനയുള്ള ട്രീറ്റ്മെന്റ് അല്ല പ്രധാനം. അതെ. 5. പ്രതിരോധത്തിന്റെ ശക്തി. നേരത്തെയുള്ള വിസിറ്റുകൾ ഭാവിയിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും തടയാനും ബെസ്റ്റ് വഴിയാണ്. 6. നിങ്ങളുടെ പങ്ക്. പാരന്റ്സ്, ടീച്ചേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ് എല്ലാവർക്കും കുട്ടികളിൽ നല്ല ഓറൽ ഹെൽത്ത് ഹാബിറ്റ്സ് വളർത്താൻ പറ്റും. ശരിയാണ്. 7. അന്തിമ ലക്ഷ്യം. എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് പ്രിവെൻഷൻ, കംഫർട്ട്, കോൺഫിഡൻസ് എന്നിവയ്ക്കാണ്. കുട്ടികളുടെ ആദ്യത്തെ ദന്ത സന്ദർശനത്തെക്കുറിച്ചുള്ള ഈ വിശദമായ വിവരങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ആരോഗ്യപ്രവർത്തകർക്കും അധ്യാപകർക്കും അംഗനവാടി ജീവനക്കാർക്കും നിങ്ങളുടെ ജോലികളിൽ ഒരുപാട് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഒരു ചെറിയ പല്ല് മുളക്കുമ്പോൾ തുടങ്ങുന്ന ഈ ശ്രദ്ധ, അത് ഭാവിയിൽ ഒരുപാട് വേദനയും ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ സഹായിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. ഓർക്കുക, ഇവിടെ നിന്ന് കിട്ടിയ അറിവ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ടൂളാണ്. അതെ. ഇത് വെച്ചിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള കുട്ടികളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, പ്രത്യേകിച്ച് ഈ ഡെന്റൽ കെയർ അത്ര എളുപ്പത്തിൽ കിട്ടാത്ത സ്ഥലങ്ങളിൽ, നിങ്ങൾ ഓരോരുത്തരും ഓറൽ ഹെൽത്തിന്റെ മെസ്സേജ് കൊടുക്കുന്നവരാകണം. അതാണ് ഈ പരിശീലന പരമ്പരയുടെ ശരിക്കുള്ള ലക്ഷ്യം.
ഈ ചർച്ച കേട്ടുകഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പ്രദേശത്തെ ഒരു കുട്ടിയെങ്കിലും ദന്ത ഡോക്ടറെ പേടികൂടാതെ ആദ്യമായി കാണാൻ നിങ്ങളുടെ ഒരു വാക്ക് ഹെൽപ്പ് ചെയ്തേക്കാം എന്ന് ഓർത്തുനോക്കൂ. ശരിയാണ്. ആ ഒരു മാറ്റം എത്ര വലുതാണ്! അടുത്ത തവണ പുതിയൊരു വിഷയവുമായി ഈ പരമ്പരയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരുടെയും പുഞ്ചിരി ആരോഗ്യത്തോടെ തിളങ്ങട്ടെ.